ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം തന്നെ അവരവരുടെ സ്ഥാനാർത്ഥികളെയും മണ്ഡലങ്ങളെയും നിശ്ചയിക്കുന്ന തിരക്കിലാണ്. കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ ചില മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മുന്നണികളുടെ സ്ഥാനാർത്ഥിത്വ നിർണയ പ്രക്രിയയ്ക്ക് പൂർണ്ണത വന്നിട്ടില്ല. നിലവിലുള്ള പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് തൃശൂർ മണ്ഡലത്തെയാണ്. LDFന്റെ VS സുനിൽകുമാറും UDFന്റെ TN പ്രതാപനും BJPയുടെ സുരേഷ് ഗോപിയും ഒന്നിനൊന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ. അതിനാൽ അവിടെ ഒരു ത്രികോണ മത്സരത്തിനാണ് സാധ്യതയെന്നാണ് കണക്കുകൂട്ടലുകൾ. എന്നാൽ ഇപ്പോൾ തൃശൂരിനൊപ്പം ഒരുപക്ഷെ തൃശൂരിനേക്കാളേറെ വളരെ ആകാംക്ഷയോടെ നോക്കുന്നത് തിരുവനന്തപുരത്തെയാണ്. നിലവിൽ കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ ഇറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രനെയാണ് നിർണയിച്ചിരിക്കുന്നത്. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥിത്വത്തിന് നിലവിൽ 2 അവകാശികളാണ് ഇപ്പോൾ ഉള്ളത്. BJP സ്ഥാനാർത്ഥികളുടെ ഉയർന്നു കേൾക്കുന്ന 2 പേരുകളിലൊന്ന് ചലച്ചിത്ര നടിയും ഡാൻസറുമായ ശോഭനയുടേതാണ്. മറ്റൊന്ന് കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റേതും. ശോഭനയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് മറ്റാരുമല്ല, BJPയുടെ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി നടി ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന ആഗ്രഹം വ്യക്തമാക്കി സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം. തിരുവനന്തപുരത്ത് നിന്ന് അവർ മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കേന്ദ്ര നേതൃത്വവും അവരോട് സംസാരിച്ചെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കഴിഞ്ഞ തവണ രാജ്യത്ത് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള BJPയുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം. ഒത്തുപിടിച്ചാൽ ജയസാധ്യതയുണ്ടെന്ന് BJP കേന്ദ്ര നേതാക്കളടക്കം വിലയിരുത്തുന്ന മണ്ഡലം. അവിടെ 3 തവണയായി വെന്നിക്കൊടി പാറിക്കുന്നത് ശശി തരൂർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ. LDFന് വേണ്ടി CPIയുടെ പന്ന്യൻ രവീന്ദ്രനാണ് മത്സരരംഗത്തുള്ളത്. ഒരിക്കൽ മത്സരിച്ച് ജയിച്ച സീനിയർ നേതാവ് കൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ. ഇത്തവണ കോൺഗ്രസിന് തരൂരും LDFന് പന്ന്യനുമാണെങ്കിൽ അവരെ നേരിടാൻ ശോഭനയാണോ ചന്ദ്രശേഖറാണോ എന്ന് വരും ദിനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നും അറിയാം. എന്നിരുന്നാലും ശോഭന മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചാൽ തിരുവനന്തപുരത്ത് പോരു മുറുകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.